നമസ്കാരം. വാർത്താ മഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. പിണറായിയുടെ വീട്ടിൽ ഇഡി റെയ്ഡ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെയുള്ള മാസപ്പടി ആരോപണത്തിൽ ഇഡിയുടെ നിർണായക നീക്കം. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും ഉൾപ്പെടെ 12 ഇടങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തി. മുൻമന്ത്രിയും വീണയുടെ ഭർത്താവുമായ PM മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും പരിശോധന മണിക്കൂറുകൾ നീണ്ടു. റെയ്ഡ് നടത്തി തളർത്താമെന്ന് വ്യാമോഹിക്കേണ്ടെന്ന് പിണറായി വിജയൻ പ്രതികരിച്ചു. രാവിലെ പോലീസ് പോലും അറിയാതെ അതീവ രഹസ്യമായാണ് ഇഡി ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയത്. സംസ്ഥാനത്തിനകത്തും പുറത്തും 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന. പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്, കണ്ണൂർ പാണ്ഡ്യാലമുക്കിലെ സ്വന്തം വസതി, PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വീട് എന്നിവിടങ്ങളിൽ ഇഡി ഉദ്യോഗസ്ഥരെത്തി. പിണറായി വിജയനും മകൾ വീണയും തിരുവനന്തപുരത്തെ വീട്ടിലുണ്ടായിരുന്നു. CMRL MD SN ശശിധരൻ കർത്തയുടെ വസതിയിലും CMRLുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും പരിശോധന നടന്നു. വീണ ടിയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രവർത്തിച്ചിരുന്ന ബംഗളൂരുവിലെ ഓഫീസിലും പരിശോധന നടത്തി. ഉച്ചയ്ക്ക് 2:30യോടെയാണ് പരിശോധന പൂർത്തിയാക്കി ഇഡി ഉദ്യോഗസ്ഥർ ഇറങ്ങിയത്. പിന്നാലെ പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടു. ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ഇഡി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. വീണ ടി, CMRL ഡയറക്ടർ ശരൺ എസ് കർത്ത തുടങ്ങിയവരെ ഇഡി ചോദ്യം ചെയ്തു. വീണയുടെ നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ ഇഡി ശേഖരിച്ചു. എന്നാൽ വസതികളിൽ നിന്ന് രേഖകൾ കണ്ടെത്താൻ ഇഡിക്ക് കഴിഞ്ഞില്ല. തല പോയാലും പോരാടുമെന്ന് മുഹമ്മദ് റിയാസ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഓരോ സംഗതികളൊക്കെ കാട്ടി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല. സംഘപരിവാറും കേന്ദ്ര സർക്കാർ ഉയർത്തുന്ന തെറ്റായ നിലപാടിന് ഇനിയും തുറന്നു കാണിക്കും. അതിന് ഇഡി അല്ല, ഇനി അതിലും വലിയ ഡി വന്നാലും ഒരു പ്രയാസമില്ലാതെ നേരിട്ട് മുന്നോട്ട് പോകും. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് ഇഡിയുടെ നടപടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. എന്നാലും ഈ റെയ്ഡിന് പിന്നാലെ ഇപ്പോൾ ഒരു നടപടി കൂടി ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. വീണ ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഇഡി മരവിപ്പിച്ചിരിക്കുകയാണ്. HDFC ബാങ്കിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. വീണയുടെ ബാങ്ക് സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകൾ ഇഡി നേരത്തെ റെയ്ഡിനിടെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലിഡിയ, CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട്, അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം നിലനിൽക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇഡി അന്വേഷണം തുടരുന്നതും അതിന്റെ ഭാഗമായുള്ള ഇഡി റെയ്ഡുകളും. ഇതിപ്പോൾ വീണയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് ഏത് അക്കൗണ്ടാണ്? പേഴ്സണൽ അക്കൗണ്ടാണോ? അത് മരവിപ്പിക്കാനുള്ള വിശദീകരണം ഇഡി നൽകുന്നുണ്ടോ? പ്രജിൻ, ഇന്ന് വ്യാപകമായിട്ടുള്ള റെയ്ഡാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലടക്കം, ഈ എക്സാലോജിക്കൽ CMRLന്റെ ഓഫീസുകളിലടക്കം വലിയ രീതിയിലുള്ള റെയ്ഡാണ് ഇന്ന് നടത്തുന്നത്. വിവിധ ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിന്റെ ആദ്യ നടപടി എന്നോണമാണ് ഇപ്പോൾ വീണ ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. HDFC ബാങ്ക് അക്കൗണ്ടാണ് മരവിപ്പിച്ചിരിക്കുന്നത്. എത്ര പണമുണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള രേഖകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭ്യമല്ല. അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷേ HDFC ബാങ്ക് മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു റെയ്ഡിനെ തുടർന്ന് ഈ ബാങ്ക് ഇടപാടുകളുടെ അല്ലെങ്കിൽ ബാങ്ക് സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകളും കാര്യങ്ങളും ഒക്കെ ഇഡി പിടിച്ചെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു ആദ്യ നടപടി എന്നോണം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത്, HDFC ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ഇഡി റെയ്ഡിന്റെ ഭാഗമായി വ്യാപക പ്രതിഷേധങ്ങൾ വിവിധ ഇടങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നമ്മൾ കണ്ടു. ഈ റെയ്ഡ് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വലിയ സംഘർഷങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഇഡിയുടെ ആദ്യ നടപടി വരുന്നു. ഇതിൽ വിശദമായിട്ടുള്ള ഈ സാമ്പത്തിക ഇടപാടുകളിലും കാര്യങ്ങളുമൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയും കാര്യങ്ങളുമൊക്കെ ആവശ്യമാണ്. അതിന്റെ ഭാഗമായി ആദ്യ നടപടി ഇഡിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. വീണ ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്ത. ശരി, ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇന്നത്തെ ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഇഡി വൃത്തങ്ങളിൽ നിന്നും
അറിഞ്ഞു വരികയാണ്. ഇന്നത്തെ റെയ്ഡിലാകെ 242 അക്കൗണ്ടുകളിൽ നിന്നായി 18.36 കോടി, അതായത് 18,36,00,000 രൂപ മരവിപ്പിച്ചിട്ടുണ്ട് എന്ന കണക്കാണ് ഇപ്പോൾ ED പുറത്തുവിടുന്നത്. 12 ഇടങ്ങളിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലഭിച്ച രേഖകൾ ഇപ്പോഴും പരിശോധിച്ച് വരികയാണ്. അതിൽ എന്തൊക്കെ ഇടപാടുകൾ നടന്നു, അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി ED പരിശോധിക്കുകയും ചെയ്യും. അതിന് പ്രാഥമിക നടപടിയായിട്ടാണ് ഇപ്പോൾ 18,36,00,000 രൂപയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന വിവരം ഇപ്പോൾ ED പുറത്തുവിടുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നടന്ന ആക്രമണം അത് ആസൂത്രിതമാണ് എന്നുകൂടി ED പറയുന്നുണ്ട്. അത് പെട്ടെന്നുണ്ടായ ഒരു ആക്രമണമല്ല, കൃത്യമായ ആസൂത്രണം അതിന് പിന്നിൽ ഉണ്ടായി എന്നാണ് ED ഇപ്പോൾ ആരോപിക്കുന്നത്. വേണ്ട വിധത്തിൽ CRPF ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന കുറ്റപ്പെടുത്തലും EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരു ഡ്രൈവറുടെ കണ്ണിന് പരിക്കുപറ്റി എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ED നൽകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. റിപ്പോർട്ടിലേക്കാണ്. ED റെയ്ഡിനെതിരെ തെരുവിൽ ശക്തമായ പ്രതിഷേധവുമായി CPIM പ്രവർത്തകർ രംഗത്തെത്തുന്ന കാഴ്ച ഇന്ന് കണ്ടു. റെയ്ഡ് നടക്കുന്നതിനിടെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും പിണറായി വിജയന്റെ വീടുകൾക്ക് മുന്നിൽ CPIM പ്രവർത്തകർ തടിച്ചുകൂടി. മുതിർന്ന CPI നേതാക്കൾ ഉൾപ്പെടെ പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. EDയുടെ റെയ്ഡ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ കണ്ണൂർ പാണ്ഡ്യാലമുക്കിലെ പിണറായി വിജയന്റെ വീട്ടിലേക്ക് പ്രവർത്തകർ എത്തിത്തുടങ്ങി. നേതാക്കൾ എത്തിയതോടെ EDക്കെതിരായ പ്രതിഷേധവും കനത്തു. ഈ റെയ്ഡ് BJPയും കോൺഗ്രസും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷന്റെ തുടക്കമാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് CPMനെയും ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണമാണ് നടന്നിട്ടുള്ളത്. ഇടതുപക്ഷത്തെ CPMനെ തകർക്കാനുള്ള BJPയുടെ അതിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസിന്റെ പരിശ്രമത്തെ ജനാധിപത്യ കേരളം ശക്തമായി ചെറുത്ത് പരാജയപ്പെടുത്തുകയാണ്. റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രവർത്തകർ കൂവി വിളിച്ചു. തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ പിണറായിയുടെ വാടക വീടിന് മുന്നിൽ രാവിലെ മുതൽ പ്രവർത്തകർ തടിച്ചുകൂടി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ റോഡിൽ കുത്തിയിരുന്ന് EDക്കെതിരെ മുദ്രാവാക്യം മുഴക്കി. കോൺഗ്രസും BJPയുമായിട്ടുള്ള ഡീൽ ഇവിടെ കൃത്യമായിട്ട് കേരളത്തിൽ പകൽ വെളിച്ചം പോലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒന്നായിട്ടാണ് നമുക്കിതിനെ കാണാനാവുക, ഈ റെയ്ഡിനെ കാണാനാവുക. കോഴിക്കോട് കോട്ടൂളിയിലെ PA മുഹമ്മദ് റിയാസിന്റെ വീടിന് മുന്നിലേക്കും നേതാക്കളും പ്രവർത്തകരും എത്തി. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ EDയുടെ വാഹനം പ്രവർത്തകർ തടഞ്ഞെങ്കിലും നേതാക്കൾ ഇടപെട്ട് വിട്ടയച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ CPIM പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ന്യൂസ് ഡെസ്ക് 24. പിണറായി വിജയന്റെ വസതികളിലെ റെയ്ഡിനെതിരെ ഡൽഹിയിലും ഉണ്ടായി CPMന്റെ പ്രതിഷേധം. ED ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മണിക്കൂറുകൾ കഴിഞ്ഞാണ് നേതാക്കളെ വിട്ടയച്ചത്. റെയ്ഡിൽ ED മോദി VD ബന്ധം സംശയിക്കുന്നുവെന്ന് MA ബേബി പറഞ്ഞു. പോലീസോ ആഭ്യന്തര വകുപ്പോ അറിഞ്ഞല്ല ED റെയ്ഡെന്ന് സംസ്ഥാന സർക്കാർ. ED നടപടിക്ക് പിന്നിൽ BJP കോൺഗ്രസ് ഡീലെന്ന CPIM ആരോപണം UDF നേതാക്കൾ തള്ളി. റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് അരാജകത്വം ഉണ്ടാക്കാനാണ് CPIM ശ്രമിക്കുന്നതെന്ന് BJP പ്രതികരിച്ചു. കർണാടക കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കത്തിന് വിരാമമായി. DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നാളെ രാജിവെച്ചേക്കും. മകൻ യതീന്ദ്രയെ മന്ത്രിയാക്കാമെന്ന് ഹൈക്കമാൻഡ് നൽകിയ ഉറപ്പിന്മേലാണ് സിദ്ധരാമയ്യ സ്ഥാനമൊഴിയുന്നത്. 2.5 വർഷം ടേം വ്യവസ്ഥയിൽ അധികാരമേറ്റ സിദ്ധരാമയ്യ 3 വർഷം പൂർത്തിയാക്കിയിട്ടും സ്ഥാനമൊഴിയാൻ കൂട്ടാക്കാതെ വന്നതോടെയാണ് ഹൈക്കമാൻഡ് നിലപാട് കടുപ്പിച്ചത്. സിദ്ധരാമയ്യയെയും DK ശിവകുമാറിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച നേതൃത്വം ഇരുവരുമായും ചർച്ച നടത്തി. എന്നാൽ സിദ്ധരാമയ്യ വഴങ്ങാതെ വന്നതോടെയാണ് ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം നൽകിയത്. രാജ്യസഭാ അംഗത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പകരം മകൻ യതീന്ദ്രയെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന സിദ്ധരാമയ്യയുടെ ആവശ്യം നേതൃത്വം അംഗീകരിച്ചു. രാജ്യപ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം DK ശിവകുമാർ ഇപ്പോഴും ഡൽഹിയിൽ തുടരുകയാണ്. നാളെ ഹൈക്കമാൻഡ് പ്രതിനിധികളും DK ശിവകുമാറും സംസ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷമായിരിക്കും സത്യപ്രതിജ്ഞ നടപടികൾ അടക്കമുള്ളവയിൽ തീരുമാനമുണ്ടാവുക.
ന്യൂസ് 24 ബംഗളൂരു. കേരള കർണാടക പര്യടനത്തിന് തുടക്കം കുറിച്ച് മാതാ അമൃതാനന്ദമയി മംഗളൂരുവിലെത്തി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന മംഗളൂരു ബോളൂർ ബ്രഹ്മസ്ഥാനം മഹോത്സവത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാതാ അമൃതാനന്ദമയി മഠം മംഗളൂരു മഠാധിപതി സ്വാമിനി മംഗളാമൃത പ്രാണയുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകിയാണ് മാതാ അമൃതാനന്ദമയിയെ സ്വീകരിച്ചത്. ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന് നാളെ കൊടിയേറുന്നതോടെ മംഗളൂരു അമൃതപുരിയാകും. മാതാ അമൃതാനന്ദമയിയെ കാണാനും അനുഗ്രഹം വാങ്ങാനുമായി എത്തുന്നവർക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ആശ്രമത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.